Welcome to all. Now we are going to discuss about guarantee of minimum profit to a partner. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു പാർട്ട്ണർക്ക് മറ്റു പാർട്ട്നേഴ്സ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ആൾക്ക് കിട്ടുന്ന ആക്ച്വൽ പ്രോഫിറ്റ് അതല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ഏതാണ് കൂടുതൽ ആ എമൗണ്ട് അയാൾക്ക് കൊടുക്കുക. അതാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കാം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത്. സംടൈംസ് എ പാർട്ട്ണർ ഗെറ്റ്സ് ഗ്യാരണ്ടി ഫ്രം അതർ പാർട്ട്നേഴ്സ് ഇൻ കേസ് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിനെ കുറിച്ച് ചിലപ്പോൾ മറ്റു പാർട്ട്നേഴ്സിൽ നിന്ന് ഒരു പാർട്ട്ണർക്ക്, അതായത് ചിലപ്പോൾ ഇൻകമിംഗ് പാർട്ട്ണർ ആയിരിക്കും, അതല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ട്ണർക്ക് എന്ത് ചെയ്യും, ഒരു ഗ്യാരണ്ടി കിട്ടും. Then he get his actual share of profit or guaranteed profit whichever is high. അപ്പോൾ ഈ ഗ്യാരണ്ടി കിട്ടിയ പാർട്ട്ണർക്ക് എന്ത് ചെയ്യും, ഒന്നുകിൽ അയാളുടെ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്, അതല്ല എങ്കിൽ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ഏതാണോ കൂടുതൽ ആ എമൗണ്ട് അയാൾക്ക് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇഫ് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ഈസ് ഗിവൺ, ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ദെൻ ഡെഫിഷ്യൻസി റൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്യാരണ്ടീഡ് പ്രോഫിറ്റും ആക്ച്വൽ പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്തെന്ന് പറയാം, ഡെഫിഷ്യൻസി എന്ന് പറയാം. ഈ ഡെഫിഷ്യൻസി എന്ത് ചെയ്യണം, ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് ഓൾഡ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഇത് ഷെയർ ചെയ്യും. അതായത് ആ ഷെയർ ഓഫ് ഡെഫിഷ്യൻസി അവരുടെ, അതായത് മറ്റു പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നു. അതിനുശേഷം കിട്ടുന്നതാണ് അവരുടെ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്. നമുക്കിപ്പോൾ 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ആ പ്രോബ്ലം എങ്ങനെയാ ചെയ്യാന്നുള്ളത്, സോൾവ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 14, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണ്, അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബി നോക്കുക. അജയ്, വിജയ് ആൻഡ് സൂരജ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ 3:2:1. അപ്പോൾ 3 പാർട്ട്നേഴ്സ് ആണുള്ളത്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1 ആണ്. സൂരജ് ഷെയർ ഇൻ പ്രോഫിറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ബൈ അജയ് ആൻഡ് വിജയ്. അപ്പൊ സൂരജിനാണ് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്. ആരൊക്കെയാണ്, അജയും വിജയും ആണ് ഗ്യാരണ്ടീഡ് കൊടുത്തിരിക്കുന്നത്. വിത്ത് എ ഫിക്സഡ് മിനിമം ഓഫ് 8,000. അപ്പൊ സൂരജിന് എന്തായാലും എന്ത് ചെയ്യും, 8,000 പ്രോഫിറ്റിന്റെ ഷെയർ കിട്ടും. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2023 വാസ് ₹36,000. നമ്മളോട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വർക്കിംഗ് നോട്ടാണ് ആദ്യം എഴുതേണ്ടത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ആർക്കാണ് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്, സൂരജിനാണ് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആക്ച്വൽ share of profit to സൂരജ്. സൂരജിനെ ആക്ച്വലി എത്രയാണ് കിട്ടുക, നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 36,000 ആണ് പ്രോഫിറ്റ്. അപ്പൊ ഈ 36,000 സൂരജിന്റെ ഷെയർ എത്രയാണ്, 3:2:1 എന്ന് പറയുമ്പോൾ 1/6. 36,000 into 1/6, that is 6,000. ഇതാണ് ആക്ച്വൽ ഷെയർ. ഇനി ഇവിടെ നമുക്ക് എഴുതാം ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ്. ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് 8,000. അപ്പൊ ഇയാൾക്ക് ഏതാണ് കിട്ടുക, 8,000. അപ്പോൾ ആക്ച്വൽ ഷെയർ 8,000. അപ്പോൾ ഏതാണ് കൂടുതൽ ആ എമൗണ്ട് ആണ് ഈ സൂരജിന് കൊടുക്കേണ്ടത്.
അപ്പോൾ ഇവിടെ നമുക്ക് 6,000 ആണ് ഇയാളുടെ ആക്ച്വൽ ഷെയർ, ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് 8,000. അപ്പോൾ അയാൾക്ക് ഈ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഡെഫിഷ്യൻസി വരുന്നുണ്ട്. അപ്പോൾ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 8,000 മൈനസ് 6,000, ദാറ്റ് ഈസ് 2,000. ഈ 2,000 എന്ത് ചെയ്യണം? മറ്റു പാർട്ട്നേഴ്സ് അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതെന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ 2,000 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഡെഫിഷ്യൻസി. ആ ഡെഫിഷ്യൻസി 3:2 എന്ന റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്യണം. അതാണ് എന്ത് ചെയ്യേണ്ടത്? അജയുടെ വിജയുടെ ആക്ച്വൽ ഷെയറിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം ഇനി അവരുടെ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്ന് ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Ajay's actual profit. അജയുടെ ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 36,000 ഇൻറ്റു അജയുടെ ഷെയർ എത്രയാണ്? 3/6. അപ്പോൾ നമുക്ക് 18,000 എന്ന് കിട്ടും. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ലെസ് ഷെയർ ഓഫ് ഡെഫിഷ്യൻസി, നമുക്ക് ഡെഫിഷ്യൻസി കിട്ടിയത് 2,000 ആയിരുന്നു. ഈ 2,000 ഇൻറ്റു 3/5, അതായത് 1,200. ഇത് ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് അജയുടെ ആക്ച്വൽ പ്രോഫിറ്റ്, അതായത് 16,800. ഇതുപോലെ തന്നെ നമുക്ക് വിജയുടെ കണ്ടുപിടിക്കണം. വിജയ്സ് ആക്ച്വൽ പ്രോഫിറ്റ് 36,000 ഇൻറ്റു 2/6, 12,000 എന്ന് കിട്ടി. ഇതുപോലെ തന്നെ ലെസ് ഷെയർ ഓഫ് ഡെഫിഷ്യൻസി, $2,000 ഇൻറ്റു 2/5, 800. ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 11,200. അപ്പോൾ നമുക്ക് 3 പേരുടെ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അജയുടെ 16,800, വിജയുടെ 11,200, ദെൻ സൂരജിന്റെ 8,000 ആണ്. ആ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ആണ്. ഇനിയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാം. അപ്പോൾ ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, ഹെഡിങ് കൊടുക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2023 എന്ന് എഴുതി. ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് എഴുതണം നെറ്റ് പ്രോഫിറ്റ്. നമുക്ക് തന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 36,000. ദെൻ ഡെബിറ്റ് സൈഡിൽ 3 പേരുടെ ക്യാപിറ്റൽ, അതായത് അജയുടെ, അതുപോലെ തന്നെ വിജയ്, സൂരജ്, അജയ്സ് ക്യാപിറ്റൽ, വിജയ്സ് ക്യാപിറ്റൽ ആൻഡ് സൂരജ് ക്യാപിറ്റൽ. നമ്മൾ ആ കാൽക്കുലേറ്റ് ചെയ്ത ആ എമൗണ്ട് വേണം നമുക്കിവിടെ എഴുതാനായിട്ട്. നമുക്ക് അജയുടെ ക്യാപിറ്റൽ എത്ര കിട്ടിയത്? 16,800. വിജയുടെ 11,200. സൂരജ് ഗ്യാരണ്ടീഡ് എമൗണ്ട് ആണ് 8,000. ദെൻ രണ്ട് സൈഡും നമുക്ക് 36,000 എന്ന് കിട്ടും. ഗ്യാരണ്ടീഡ് പ്രോഫിറ്റിന്റെ പ്രോബ്ലം നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ഈ പ്രോബ്ലത്തില് അനു, മിനു ആൻഡ് സിനു ആർ ഇൻ പാർട്ണർഷിപ്പ്
with a profit sharing ratio 2:1:1. But Sinu is given a guarantee to get a minimum profit of rupees 20,000. അപ്പോൾ ഇവിടെ സിനുവിനാണ് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത് 20,000. ഡ്യൂറിംഗ് ദി ഇയർ ദി ഫേം ഗെറ്റ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് rupees 1 lakh. Then what will be the share of profit due to Sinu? Why? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സിനുവിന് എത്രയാണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക, എന്തുകൊണ്ട്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്, ഒന്നുകിൽ ആക്ച്വൽ പ്രോഫിറ്റ് അതല്ലെങ്കിൽ ഗ്യാരണ്ടീഡ്, ഏതാണോ കൂടുതൽ ആ എമൗണ്ട് ആണ് ഈ ഗ്യാരണ്ടീഡ് ഷെയർ കൊടുത്തിരിക്കുന്ന ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് കൊടുത്ത പാർട്ട്ണർക്ക് കിട്ടുക. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. ആകെയുള്ള പ്രോഫിറ്റ് എത്രയാണ്? ഫേമിന്റെ പ്രോഫിറ്റ് 1 lakh ആണ്. Profit of the firm 1 lakh. Sinu's actual share സിനുവിന്റെ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? 1 lakh into 1/4. 2:1:1 ആണ് അതിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പൊ സിനുവിന്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 1/4. ദാറ്റ് ഈസ് 25,000. ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് എത്രയാണ്? 20,000. അപ്പൊ ഏതാണോ കൂടുതൽ ആ എമൗണ്ട് ആണ് സിനുവിന് കിട്ടുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഏതാണ് കൂടുതൽ? ആക്ച്വൽ പ്രോഫിറ്റ് ആണ് കൂടുതൽ. സോ സിനു ഗെറ്റ്സ് 25,000. അപ്പൊ ഹയർ എമൗണ്ട് അവിടെ കിട്ടും. 25,000 ആണ് സിനുവിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ്.